ഹായ് ഹലോ നമസ്കാരം, സജിനയാണേ. ഞാൻ ഇന്ന് വന്ന ഒരു വീഡിയോ ഏതാണെന്ന് വെച്ചാൽ, ഒരു 3-4 ദിവസത്തിന് മുന്നേ നമ്മുടെ ഒരു പൊടി മോന 58 പരിക്കുകളോടുകൂടി കൊല ചെയ്യപ്പെട്ട ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടല്ലോ. ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. നമസ്കാരം, രേണു സുധിയാണ്. ഞാൻ രാവിലെയാണ് ഒരു വാർത്ത അറിയുന്നത്. ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മയെ നമ്മളൊക്കെ വിളിക്കാൻ പറ്റത്തില്ല, ഒരു സ്ത്രീയും 2ാം ഭർത്താവും ചേർന്ന് കൊന്നെന്നുള്ള വാർത്ത. ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ആ കുഞ്ഞിന്റെ വീഡിയോ ഞാൻ രാവിലെ കണ്ട്, 2 കൈയും അവരുടെ 2 കൈ ഒടിഞ്ഞിട്ട് എന്ത് വേദന തിന്നായിരിക്കും ആ കുഞ്ഞ് മരിച്ചത്. ആ കുഞ്ഞിന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ എന്നൊരൊറ്റ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ കൃത്യം ചെയ്ത അവൾക്കും അവനും ഈ എന്താ പറയുക, ഏറ്റവും ശിക്ഷ തന്നെ വാങ്ങിക്കിട്ടട്ടെ. ദൈവത്തിന്റെ കോടതിയിൽ ഇവരെ എന്തായാലും വെറുതെ വിടത്തില്ല. എനിക്ക് ആ കുഞ്ഞിന്റെ എന്ത് വേദന എടുത്തായിരിക്കും മരിച്ചത്. ഞാനത് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല സത്യമായിട്ട്. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ക്രൂരത ആരോടും വരുത്താതിരിക്കട്ടെ. എനിക്ക് സത്യമായിട്ടും എനിക്ക് സങ്കടമാണ്. കേട്ടല്ലോ, ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം രേണുസുധി ഇട്ടൊരു വീഡിയോ ആണ്. അത് ഈ ലോകത്തുള്ള ഏതൊരമ്മമാരുടെ ആണെങ്കിലും ഒരു സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല നമ്മൾ അറിഞ്ഞതും കണ്ടതും കേട്ടതും ഒക്കെ. അതിന് ഇപ്പം എത്ര ദുഷ്ട മനസ്സാണെങ്കിൽ പോലും ഈ ഒരു വാർത്ത കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് താങ്ങാൻ പറ്റുന്ന അതിലപ്പുറം ദുഃഖമുള്ളതാണ്. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനെ ഇങ്ങനെ പിച്ചാൻ പോലും നമുക്ക് ആർക്കും തോന്നത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ രേണുസുധി ഇട്ടപ്പോൾ അതിനകത്തുള്ള കമൻറ്റുകളാണ്, നിനക്കെന്ത് യോഗ്യതയാണടി ഇങ്ങനെ പറയാനെന്ന്. എന്തടി അന്തടാ, അവൾക്ക് യോഗ്യത ഇല്ലാത്ത കാര്യം എന്ത്? അല്ലാത്തൊരു കുഞ്ഞിനെ പോലും സ്വന്തം മോനായിട്ട് അവൾ നോക്കേണ്ടുന്ന കാലം വരെ നോക്കി വളർത്തിയവളാണ്. അത് നിന്നെയൊക്കെ കാട്ടി ഏറ്റവും കൂടുതൽ അർഹത അവക്കൊണ്ട് പറയാൻ. ഇപ്പോഴും അവളുടെ കുഞ്ഞ് അവളുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യരെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് അവൾ നിങ്ങൾ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞ് എടുത്ത് കളയാതെ അവളുടെ കൂടെ അവളുടെ ചൂടുപറ്റി തന്നെയാണ് ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും പറയാനുള്ള അർഹത രേണു സുധിക്കുണ്ട് കേട്ടാ. അപ്പം നമുക്ക് ആ കമൻ്റ് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. എന്ത് ചെയ്താലും ഏതാണെങ്കിലും രേണുസുധിയാണോ അതിനെതിരെ പ്രതികരിക്കാൻ കുറേ എണ്ണം നിനക്കൊന്നും നാണമാനോ ഇല്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. വേറെ വല്ല പണിക്കും പൊക്കൂടെ? ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്ന നോക്കണം. നിനക്കൊന്നും വേറെ ഒരു ജോലിയുമില്ലേ? രേണുസുധി എന്ത് പറയുന്നു, രേണുസുധി എന്ത് ചെയ്തു എന്ന് നോക്കി നടക്കാതെ നിൻ്റെയൊക്കെ വീട്ടിലുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു എന്ന് നോക്ക്. അല്ലാതെ രേണുസുധിയെ വെറുതെ വിടും. നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? ശവങ്ങൾ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ വിനയപ്രകാശ് എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ കമൻറ്റ്, രേണുവിന് ഇത് പറയാൻ അർഹതയുണ്ട്. കാരണം അവൾ 2 മക്കളെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ വളർത്തി. സ്വന്തം മക്കളെ കൊല്ലുന്ന ഈ കെട്ട കാലത്ത് മറ്റൊരു സ്ത്രീ പ്രസവിച്ച മകനെ രേണു വളർത്തിയില്ലേ? സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴെയും മെൻഷൻ കമൻറ്റുകൾ ഒരുപാടുണ്ട്. സത്യം യെസ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുത്തൻ ചോദിച്ചിരിക്കുന്നത് കാക്കയും പൂച്ചയും ആരാണെന്ന്. അത് നിനക്കറിയത്തില്ലെങ്കിൽ വീട്ടിലൊന്ന് ചോദിച്ച് നോക്കണം കേട്ടോ. അമ്മയോട് ചോദിച്ചാൽ മതി. കാരണം ഈ അമ്മമാർ പറയുന്ന ഒരു ഇത് തന്നെയാണ്, കുഞ്ഞുങ്ങളെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്നും പറഞ്ഞ് കൊണ്ട് വളർത്തിയതാണെന്നുള്ളൊരു പഴമൊഴി അമ്മമാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിനക്കറിയണമെങ്കിൽ നീ അമ്മയോടൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ലിജി അഭിഷേകിൻ്റെ ഒരു ചോദ്യം, നാണമില്ലേ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരുന്ന് വിളിക്കാൻ? എന്തിനാടി അവൾ നാണിക്കുന്ന? നിനക്ക് കമൻറ്റ് ഇടാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ ഒരു വീഡിയോ ഇടാനും അവളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം അവൾക്കുണ്ട്. അവൾ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റില്ല. ഒരു തള്ള എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ മനസ്സിന് വേദന ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു വീഡിയോ പോലും ചെയ്ത് പറയാൻ പറ്റൂ. നിനക്കതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നത് കേട്ടാ. നീ വലിയ പെർഫെക്റ്റ് ആണല്ലോ, അങ്ങനെ ഇരിക്കട്ടെ. ഷിജു കൊട്ടാരക്കര, നീ പറയുന്നത് കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാകും നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെന്ന് കേട്ടോ. രേണു വിധവേ, ഒന്ന് പോടി കള്ളി. ഇവൻ്റെ അടുത്തൊക്കെ എന്താ പറയാനാ? ഇവനാണോ ഷിജു? നിൻ്റെയൊക്കെ വീട്ടിലെ നിനക്കൊക്കെ കിട്ടുന്ന സ്നേഹം കപട സ്നേഹമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്, മനസ്സിലായി? അതുകൊണ്ട് നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോണിയ കണ്ണൂർ, അവൾ രേണുവിൻ്റെ കൂടെ നടന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അവൾ എന്ത് ചെയ്തോ ഏത് ചെയ്തോ അവളിടുന്ന അപ്പിയുടെ കളർ വരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൾ പറയുമ്പോൾ നമ്മൾ ആ കമൻ്റ് ഒന്ന് വായിക്കണമല്ലോ. ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും കാമുകൻ്റെ പിറകെ പോയി ഒരു കൊച്ചുണ്ടാക്കി അതിനെ അബോർട്ട് ചെയ്ത ഡാഷ് മോളാണ് ഇപ്പോൾ കൊണയടിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, 2 മക്കൾ നിലവിലുണ്ടായിട്ട് അതുങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിലിട്ട് നാണം കെടുത്തി ജീവിക്കുന്നവളും നാണക്കേടും മാനക്കേടും കാരണം ആ മക്കൾ നാളെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആടി നോക്ക് എന്നിട്ട് നീ ബാക്കിയുള്ളവരടുത്ത് ചൊറിയാൻ വന്നാൽ മതി. പിന്നെ നിന്റെ വീട്ടിലുള്ള ആൾക്കാരാണല്ലോ എങ്ങനെ ഈ അബോർഷൻ ചെയ്യാൻ പോയപ്പോൾ കൂടെ പോയത്.
കൂടെ പോയതും ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നതും. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യം നിനക്ക് അറിയാവുന്നത് കൊണ്ട് നീ സത്യം പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കേട്ടോടി. നീ നിന്റെ മോനെ ഇട്ടിട്ടല്ലേ അഴിഞ്ഞാട്ടത്തിന് പോകുന്നത്. പിന്നെ നിനക്ക് അർഹതയില്ല സംസാരിക്കാൻ. പോയി പണി നോക്ക് പെണ്ണേ. അവിടെ നിന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രീത, നീ ജോലിക്ക് പോകുന്നുണ്ടോടി? നീ പോകുന്നിടത്തെല്ലാം നിന്റെ കുഞ്ഞുങ്ങളെയും കെട്ടിവലിച്ചാണോ നീ കൊണ്ടുപോകുന്നത്? ഈ ലോകത്തുള്ള എല്ലാ തള്ളമാരും തന്തമാരും ജോലിക്ക് പോകുന്നത് മക്കളെ വീട്ടിൽ നിർത്തിയിട്ട് തന്നെ. അവൾ മാത്രമല്ല ഇത്ര പ്രത്യേകത. അവൾ മാത്രം എല്ലാ കാര്യങ്ങളും എല്ലാം ഇതായിട്ട് ഉണ്ടാക്കണം. നീയൊക്കെ പറയുന്ന രീതിക്ക് തന്നെ നടക്കണം. നീ പറയുന്ന പോലെ എനിക്കോളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. മനസ്സിലായ? അവളുടെ ജോലിക്കാണ് പോകുന്നത്. ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ആരും കൊണ്ടുപോകാറില്ല. നീ കൊണ്ടുപോകണോ? തോളി കെട്ടിയിട്ടിട്ട് പോയിട്ടുണ്ടോ? അതോ എങ്ങനെ മനസ്സിലായില്ല. ഒന്ന് നീ ഇത് കാണുവാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ, അറിയാൻ വേണ്ടിയിട്ടാ. ദീപ എന്ന് പറഞ്ഞൊരു ഒന്ന് പോടി, നിനക്കത് എന്ത് പറയാ യോഗ്യതയെന്ന്. അവളാണല്ലോ യോഗ്യത നിശ്ചയിക്കുന്നത്. മനസ്സിലായ? ഇങ്ങനെ കുറേ ചെറ്റകൾ, ഇങ്ങനെ കുറേ കൂതറകളുണ്ട്. എന്തെങ്കിലും ഒന്ന് ഇതിപ്പോ കറക്റ്റായിട്ടുള്ള അതിനകത്തുള്ള കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് കാണുകയൊന്നും വേണ്ട. രേണുസുതിയാണോ നെഗറ്റീവ് കമന്റ്? അതാണ് അവരുടെ വിപ്ലവം. അവരുടെ മനസ്സിലുള്ള ആശയം അത് തന്നെയാണ്. രേണുസുതിയുടെ മോന്ത കണ്ടാൽ മതി, വിഷയങ്ങളൊന്നും നോക്കണ്ട. നെഗറ്റീവ് കമന്റ് ഇതാ കിടക്കട്ടെ. എടീ നിനക്ക് ആദ്യം നിന്റെയൊക്കെ വീട്ടിൽ പോയി നിന്റെയൊക്കെ വീട്ടുകാരെ നിന്റെയൊക്കെ മക്കളെ നല്ല രീതിക്ക് നോക്കുകയും പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ട് മറ്റുള്ളവരെ ഉണ്ടാക്കാനായിട്ട് വന്നാൽ മതി കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് താമസിച്ചു പോയി. എനിക്ക് ഒരു ചെറിയൊരു വർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് താങ്ക് യു.